അത് കഴിഞ്ഞ് മോഹൻലാൽ സാറിനെയും കുറിച്ച് പറയുന്നത് ലാൽ സാർ എനിക്ക് അയച്ചു തന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ലാൽ സാർ റിലാക്സ്, പട്ടാളത്തിൻ്റെ അത് ഇതെന്നൊക്കെ എല്ലാം പറഞ്ഞു. ഇവന് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് 5 റഫാൽ വീണു, മറ്റേത് എന്നിട്ട് എയർ മാർഷൽ. ഇത് കേട്ടപ്പോഴാണ് ഞാൻ പറയും, ഏത് എയർ മാർഷലാണ് ഇവന് ഇൻഫർമേഷൻ കൊടുക്കുക? ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന എൻ്റെ ബാച്ച്മേറ്റ്സാണ് ഇന്ന് ആർമി കമാൻഡ് ചെയ്യുന്നിട്ടുള്ളത്, ജനറൽ ദ്വിവേദിയും എൻ്റെ ഒറിജിനൽ ഇതും. പിന്നെ ഞാൻ 6 മാസം തോറ്റിട്ട് പിന്നെ പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അത് എൻ്റെ കൂടെ പാസ് ഔട്ട് ആയിട്ടുള്ള സുചീന്ദ്രാണ് നോർത്തേൺ ആർമി കമാൻഡ് ചെയ്യുന്നത്. കാശ്മീർ മുഴുവൻ കമാൻഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഞങ്ങളിപ്പോൾ ഈ ജൂൺ 8-ാം തീയതി ഒരു ഗെറ്റ് ഓവർ എല്ലാം പ്ലാൻ ചെയ്ത് ഗ്രൂപ്പിലൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. എനിക്കും അതുപോലെ ഈ സമയത്ത് സുജി ക്യാ പറയാ എന്താണെന്നുള്ളത് ഐ ഷുഡ് നോട്ട് ആസ്ക്. ഞാൻ അവിടെയുള്ള എന്നെ അറിയുന്ന പട്ടാളക്കാരെ പോലും ഞാൻ വിളിക്കുന്നില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ അവൻ്റെ വായന എക്സൈറ്റ്മെൻറ്റിൽ സാർ ഇന്ന് ഇത് നടന്നു, അത് ലീക്കായി, അവന് പ്രശ്നമാണ്.